നമസ്കാരം. പ്രധാന വാർത്തകൾ. പലിശ കുറയ്ക്കാതെ റിസർവ് ബാങ്ക്. റിപ്പോ 5.5% തുടരും. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി. റിപ്പോ നിരക്ക് 5.5% നിലനിർത്താൻ ഏകകണ്ഠമായി തീരുമാനിച്ചതായി 3 ദിവസത്തെ MPC യോഗത്തിന് ശേഷം സെൻട്രൽ ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു. കൂടാതെ ന്യൂട്രൽ ഇടപാട് നിലനിർത്തി. ഉപഭോക്തൃ വിലക്കയറ്റം ലഘൂകരിക്കുന്നതിനിടയിൽ RBI റിപ്പോ നിരക്ക് ഈ വർഷം ആദ്യം 3 ഘട്ടങ്ങളിലായി 100 ബേസിസ് പോയിന്റുകൾ കുറച്ചിരുന്നു. നിലവിലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതികൾ വിലയിരുത്തിയ ശേഷമാണ് നയപ്രഖ്യാപനം. വാഹന പരിശോധനയ്ക്കിടെ യുവതിയെ പോലീസുകാർ ബലാത്സംഗം ചെയ്തു. പുലർച്ചെയോടെ റോഡരികിൽ ഉപേക്ഷിച്ചു. 2 പേർ അറസ്റ്റിൽ. തമിഴ്നാട് തിരുവണ്ണാമലയിൽ നടക്കുന്ന ബലാത്സംഗം. വാഹന പരിശോധനയ്ക്കിടെ യുവതിയെ പോലീസുകാർ ബലാത്സംഗം ചെയ്തു. ആന്ധ്ര സ്വദേശിയായ പെൺകുട്ടിയെ സഹോദരിയുടെ മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയാണ് ബലാത്സംഗം ചെയ്തത്. പുലർച്ചെ 1 മണിയോടെ ഏന്തൽ ചെക്ക് പോസ്റ്റിനോട് ചേർന്നാണ് സംഭവം. സഹോദരിയെ മർദ്ദിച്ചതിന് ശേഷം യുവതിയെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെയോടെ യുവതിയെ റോഡരികിൽ ഉപേക്ഷിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് സഹോദരി പെൺകുട്ടിയെ കണ്ടെത്തിയത്. പഴക്കച്ചവടത്തിനായി ഇവർ ചിറ്റൂരിൽ നിന്ന് വാഹനത്തിൽ തമിഴ്നാട്ടിലേക്ക് വരികയായിരുന്നു. സംഭവത്തിൽ പോലീസ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ എന്നിവർ അറസ്റ്റിലായി. തലയും ഉടലും വേർപെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തി. പാലത്തിന് സമീപമാണ് കയറിൽ തൂങ്ങിയ നിലയിൽ പുരുഷന്റെ തല കണ്ടത്. ഇതിന്റെ താഴെയായി പിന്നീട് ഉടലും കണ്ടെത്തുകയായിരുന്നു. കോടഞ്ചേരിയിൽ തുഷാഗിരി പാലത്തിന് സമീപമാണ് സംഭവം. വെള്ളയും കറുപ്പും കലർന്ന ചെക്ക് ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. പാലത്തിന് സമീപത്തായി ഉപേക്ഷിച്ച നിലയിൽ ബൈക്കും ചെരുപ്പും ലഭിച്ചിട്ടുണ്ട്. പാലത്തിന്റെ കൈവരിയിൽ നിന്നും താഴേക്ക് കയറിൽ തൂങ്ങി നിൽക്കുന്ന തരത്തിലായിരുന്നു ശിരസുണ്ടായിരുന്നത്. കോടഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പുലിക്കയം സ്വദേശിയുടേതാണെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. കോഴിക്കോട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ ശ്രമം. ഒരാൾ പിടിയിൽ. കോഴിക്കോട് പയ്യനാക്കലിൽ കുട്ടിയെ കാറിൽ കൊണ്ടുപോകാൻ ശ്രമമെന്ന ആരോപണം. ഒരാളെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. പന്നിങ്കര പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. 87,000 തൊട്ടു. സർവകാല റെക്കോർഡിൽ കേരളത്തിലെ സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിൽ. പവൻ ഇന്ന് മാത്രം 880 രൂപയാണ് വർദ്ധിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില ഇന്ന് 87,000 എത്തി. 1 പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 87,000 രൂപയാണ്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് 1 പവൻ ആഭരണത്തിന് 94,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 12,000 രൂപ നൽകേണ്ടി വരും.